നമ്മൾ പോലും നേരിട്ട് അനുഭവിച്ച കാര്യമാണ് പട്ടിശല്യം എന്ന് പറയുന്നത്. കുട്ടികളെ ഓടിച്ചിട്ട് കടിക്ക വരെ ഉണ്ടായൊരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കയറുന്ന ഹോസ്റ്റലിൻ്റെ ഗേറ്റ്, റൂം ഗേറ്റ് ഇതാണെങ്കിൽ അതിന് തൊട്ട് ഫ്രണ്ടിൽ പോലും പട്ടി കിടക്കുന്ന ഒരവസ്ഥ. ഞാൻ റോഡിൽ കൂടെ വെറുതെ നടന്നു പോകുമ്പം പട്ടി ചാടി വന്ന് ദേഹത്ത് കയറി എന്നെ കടിച്ചു. പക്ഷേ എൻ്റെ പോക്കറ്റിലാണ് കയറി കടി കൊണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അരച്ച് കൈ കൊണ്ട് തട്ടി മാറ്റി. വായിന് മുന്നിൽ വന്നുകൊണ്ടിരിക്കണം, പേര് സംശയിക്കുന്നുണ്ട്, സൂക്ഷിച്ചു പോവുക എന്നൊരു കാര്യം. നമസ്കാരം. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൽ വലിയ തെരുവുനായ ശല്യമാണ് അനുഭവപ്പെടുന്നത്. ഈ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഒരുപോലെ ശല്യമാണ് ഈ തെരുവുനായകൾ എന്ന് പറയുന്നത്. എന്തായാലും ഇന്നോ ഇന്നലെയോ ഈ ഒരു തെരുവുനായ ശല്യം തുടങ്ങിയതല്ല. ഇക്കഴിഞ്ഞ ഭരണസമിതി ഉള്ളപ്പോൾ കാലം തൊട്ട് തന്നെ അത്തരത്തിലുള്ള തെരുവുനായ ശല്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മുൻപുണ്ടായിരുന്ന ഭരണസമിതികൾക്കൊന്നും തന്നെ ഈ ഒരു തെരുവുനായ ശല്യം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലിപ്പോൾ മേയർ വി രാജേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ തെരുവുനായ ശല്യത്തിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അതായത് ഡോക്ടർമാരായും നഴ്സുമാരായും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് മേയറെ കാണുന്നു. ഇതിനെ തുടർന്നൊരു പരാതി നൽകുന്നു. ഇതിന് പിന്നാലെ മേയറിൻ്റെ പെട്ടെന്നുള്ളൊരു നടപടി ഉണ്ടാകുന്നു. അതായത് മെഡിക്കൽ കോളേജിലുള്ള എല്ലാ തെരുവ് നായ്ക്കളെയും ഷെൽട്ടറിലേക്ക് പാർപ്പിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ ഡോഗ് സ്ക്വാഡ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ KC-TMC യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBSൻ്റെ KC യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. ഞാൻ പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, എക്സ് പ്രസിഡൻ്റാണ്, ബാക്കി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. അപ്പോൾ നമ്മളോട് സ്ഥിരമായിട്ട് കുട്ടികൾ, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ സ്ഥിരമായിട്ട് കുട്ടികൾ, അത് നമ്മൾ പോലും നേരിട്ട് അനുഭവിച്ച കാര്യമാണ് പട്ടിശല്യം എന്ന് പറയുന്നത്. കുട്ടികളെ ഓടിച്ചിട്ട് കടിക്ക വരെ ഉണ്ടായൊരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഓരോ വട്ടവും ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരാണ്, ഈ പട്ടി ഇവിടെയുണ്ട്, ഇന്ന ലൊക്കേഷനിലുണ്ട്, അതിന് ഡ്രൂളിങ് എന്ന് വെച്ചാൽ വായിന് മുന്നിൽ വന്നുകൊണ്ടിരിക്കണം, പേര് സംശയിക്കുന്നുണ്ട്, സൂക്ഷിച്ചു പോവുക എന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ രാത്രിയിൽ നിന്നില്ല പകലിൽ നിന്നില്ലാണ്ട് OP പോസ്റ്റിങ്, LR പോസ്റ്റിംഗ് ഉള്ളവരുണ്ട്. ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് അവിടെ നടന്ന് ഇതുവഴി വരേണ്ട അവസ്ഥകളുണ്ട്. ലേഡീസ് ഹോസ്റ്റലിൽ പേഴ്സണലി പോലും നമ്മൾ പലരും വിക്റ്റ് ചെയ്തിട്ടാണ്. നമ്മൾ കയറുന്ന ഹോസ്റ്റലിൻ്റെ ഗേറ്റ്, റൂം ഗേറ്റ് ഇതാണെങ്കിൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പോലും പട്ടി കിടക്കുന്ന ഒരവസ്ഥ. അതിനെ പേടിച്ച് മറ്റൊരാൾ വരണം നമ്മുടെ കൂട്ടിന് കയറാൻ എന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് വരെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. പ്രിൻസിപ്പൾ നമ്മുടെ കോളേജ് ക്യാമ്പസിൽ നമ്മൾ നടക്കുന്നിടത്ത് പോലും പട്ടികൾ കിടക്കാം, ക്ലാസ് റൂമുകളിൽ പട്ടികൾ കയറുക. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യാതെ തന്നെ നമ്മളൊരു റെസ്പോൺസിബിൾ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ മേയർ സാറിനെ കാണുകയും നമ്മൾ നിവേദനം കൊടുക്കുകയും ആ സാഹചര്യം സീരിയസ്നെസ്സോടൊക്കെ എടുക്കുകയും സാർ അത് സീരിയസ്നെസ് ആയിട്ട് അതിൻ്റെ ഒരു പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തു. ആ രീതിയിൽ സാറ് ആ ഒരു വ്യക്തിപരമായ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ യൂണിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഇത്തിരി നേടിയെടുക്കുന്ന രീതിയിലും വിദ്യാർത്ഥി സംഘടന വളരെയധികം സന്തോഷമുണ്ട്. ഒരു എന്താ പറയുക, കുട്ടികൾക്ക് പേടിയില്ലാണ്ട് നടക്കാൻ പറ്റിയൊരു ക്യാമ്പസ് സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നൊരു കാര്യത്തിൽ വളരെയധികം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ല, ഇത് കുറേ കാലമായിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാത്രി നമ്മൾ ക്യാമ്പസിൽ പല പല പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ക്യാമ്പസിലിപ്പോൾ കലാപരിപാടികളായിട്ടും അതുപോലെ തന്നെ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ കുറേ പട്ടികൾ ഇങ്ങനെ കൂട്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കയറ് വരെ നമ്മളെ കീശയിൽ നിന്ന് പുറത്തെടുത്ത ഭക്ഷണമാണെന്ന് കരുതി നമ്മളെ ബേക്കിൽ വേണം. അപ്പോൾ തന്നെ പലവർക്കും പലരും ഓടിച്ചിട്ട് അവർ വീണ് അവരുടെ തല പൊട്ടിയ അവസ്ഥ വരെ ഉണ്ട്. കടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ റോഡിൽ കൂടെ വെറുതെ നടന്നു പോകുമ്പം പട്ടി ചാടി വന്ന് ദേഹത്ത് കയറി എന്നെ കടിച്ചു. പക്ഷേ എൻ്റെ പോക്കറ്റിലാണ് കയറി കടി കൊണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അരച്ച് കൈ കൊണ്ട് തട്ടി മാറ്റി. എന്തായാലും ഈ ഒരു നടപടി മേയർ സ്വീകരിച്ചിരിക്കുകയാണ്. ആശ്വാസം തന്നെ. വളരെയധികം ആശ്വാസമാണ്. കാരണം നമുക്ക് പേടിയില്ലാണ്ട് നടക്കാൻ പറ്റിയൊരു കാര്യം സാധിച്ചെടുത്തു എന്ന രീതിയിൽ ആ കംപ്ലയിൻ്റ് കൊടുത്ത വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മൾ സന്തോഷത്തിലാണ്. അത് നേടിയെടുത്ത മേയർ സാറിനും അധികം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്, KSUവിൻ്റെ നിലവിലുള്ള ഭാരവാഹികളാണ് എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് ഇവിടെ രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത
സാഹചര്യമാണുള്ളത്. തെരുവ് നായ്ക്കളുടെ വലിയ ശല്യമാണ് ഉള്ളത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് വിദ്യാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പരിഹാരം ഒടുവിൽ മേയർ VV രാജേഷ് നടത്തിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ തെരുവ് നായയെ പിടിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇവിടെയുള്ള അതായത് മെഡിക്കൽ കോളേജിലുള്ള എല്ലാ തെരുവ് നായകളെയും ഇവിടെ നിന്നും നിലവിൽ ഇപ്പോൾ പിടിക്കുന്നതാണ് എന്നാണ് മേയർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ അവസ്ഥയൊന്ന് എടുത്ത് പറയുകയാണ് എങ്കിൽ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രിയൊക്കെ ആകും. അതുകൊണ്ട് തന്നെ വലിയ തെരുവനായ ശല്യമാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ഉള്ളത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. അത് മുൻ ഭരണസമിതി ഉള്ളപ്പോഴും ഇത്തരത്തിൽ തെരുവനായ ശല്യം വലിയ രീതിയിൽ നഗരത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. ഇതുവരെയും ഇത് പരിഹരിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പോൾ മേയർ VV രാജേഷ് വന്ന ഈ ഒരു വേളയിൽ ഈ നഗരത്തിലുള്ള എല്ലാ തെരുവ് നായകളെയും ഷെൽട്ടറിലേക്ക് മാറ്റുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആശ്വാസമാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.